ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വിഷയം വീട്ടിൽ ചീരവിത്തുകൾ എങ്ങനെ നന്നായിട്ട് നമുക്ക് വിളവെടുത്ത് സൂക്ഷിക്കാം, അതുപോലെ നമുക്ക് നന്നായിട്ട് അതിനെ എങ്ങനെ പാകാം എന്നതിനെ പറ്റിയാണ്. ഇതിപ്പോൾ സുന്ദരി ചീരയാണ്. ഇപ്പോൾ ഈ ചീരയിലെ വിത്തുകളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇപ്പം ഈ കൂട്ടമായിട്ട് കാണുന്നതിനകത്ത് നിറയെ വിത്തുകളാണ്. ഇപ്പം ഉണ്ട്, ഇപ്പം ഈ ഇതുപോലെ കാണുന്നതിനകത്തെല്ലാം വിത്തുകളാണ്. ഇപ്പം ഇതേപോലെ ഉണ്ടോ, ഇങ്ങനെ കുഴിച്ചിടുമ്പോൾ നിറയെ വീഴുന്നത് ഈ വിത്തുകളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ചീര നമുക്ക് വീട്ടിൽ ഒരു മൂട് മാറ്റി നിർത്തിയാൽ തന്നെ നമുക്ക് വീട്ടിലേക്ക് പിന്നീട് വരും സീസണിലേക്കുള്ള ധാരാളം വിത്തുകൾ അതുപോലെ തൈകൾ ഉണ്ടാക്കുവാൻ ഇത്തരത്തിലുള്ള ഒരു ചീരയിൽ നിന്ന് മാത്രം മതി. ഇപ്പം നമ്മൾക്ക് ഏത് ചീരയാണെന്നില്ല, ഇതിപ്പോൾ സുന്ദരി ചീരയാണ്, ഇതേപോലെ പാൽച്ചീരയുണ്ട്, വ്ളാത്താങ്കരയുണ്ട്, പച്ചച്ചീരയുണ്ട്, സാധാരണ ചുമന്ന ചീരയുണ്ട്. അപ്പോൾ ഏതിൻ്റെ ആണെങ്കിലും നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നന്നായിട്ട് നല്ല കരുത്തുള്ള വിത്തുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വിത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഇതിൻ്റെ കളർ കണ്ടില്ലേ, ഈ കളർ വരണം, അപ്പോൾ അതായത് ഉണങ്ങണം. ഇനിയിപ്പോൾ ഇതിനെ സാധാരണ രീതിയിൽ ചീര കർഷകർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ചുവട് ഭാഗം കണ്ടില്ലേ, നല്ല വണ്ണമുണ്ട്. ഇതിൻ്റെ ചുവട് ഭാഗത്തിന് നല്ല വണ്ണമുണ്ട്. ഇതിപ്പോൾ നല്ല ഹൈറ്റ് ഉണ്ട്, ഏകദേശം ഒരു മീറ്ററിന് മുകളിൽ ഇതിന് ഉയരമുണ്ട് ഈ ഒരു ചീരയ്ക്ക്. ഇതിൻ്റെ എല്ലാം ചെനപ്പ് ഓരോ സ്ഥലത്തു നിന്ന് ഇങ്ങനെ പൊട്ടിയേക്കുന്നിടത്തെല്ലാം വിത്തുകളാണ്, ഓരോ സെറ്റായിട്ട്. അപ്പോൾ ഈ വിത്തുകളെല്ലാം ഒരുമിച്ച് ആയതിനു ശേഷം ഈ ചീര മുറിച്ചിട്ട് നമ്മൾ വെയിലത്തോട്ടിടുക. വെയിലത്തിട്ട് ഒന്ന് ചെറിയ രീതിയിൽ ഉണങ്ങുമ്പോൾ തന്നെ ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വലിയ പ്രയാസമില്ലാതെ തന്നെ ഈ വിത്തുകൾ കളക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതേപോലെ തന്നെ ഈ ചീരവിത്തുകൾ നമ്മൾ നല്ല അടച്ചുറപ്പുള്ള പാത്രത്തിലാണ് ഇട്ട് വെക്കുന്ന ഒരു 4-5 മാസം അല്ലെങ്കിൽ 6 മാസത്തോളം നമുക്ക് സുഖമായിട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഇത് മഴക്കാലം എത്തുമ്പോഴാണ് ഇതിനെ ചീര വിത്തുകൾ കളക്ട് ചെയ്യുന്നതിന് ശകലം പ്രയാസം വരും. എന്നുവെച്ചാൽ ഇതിനകത്ത് വെള്ളം നിൽക്കുമ്പോൾ ഇതിനകത്ത് ഫംഗസ് ബാധ, അതായത് പൂപ്പൽ ബാധ വന്നിട്ട് പല വിത്തുകളും കേടായിപ്പോവും. പിന്നെ ഇതിനകത്ത് നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചീര വിളവെടുക്കുമ്പോൾ 1-2 ചീര മാത്രം നിങ്ങൾ മാറ്റി നിർത്തിയാൽ മതി. എന്നാൽ തന്നെ നമുക്ക് ധാരാളം വിത്തുകൾ പിന്നീട് ഒരു സമയത്ത് നമുക്ക് വിത്തുകൾ വെളിയിൽ നിന്ന് വാങ്ങിക്കേണ്ട അവസ്ഥ വരത്തില്ല. അപ്പം നിങ്ങളെല്ലാവരും ചീര കൃഷി ചെയ്യുമ്പോൾ 1-2 ചീര ഇതേപോലെ വിത്തിനായിട്ട് മാറ്റി നിർത്തുക. രാസവളം കൊടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല, ചാണകപ്പൊടി മാത്രം കൊടുത്താണിത്. ഇപ്പോൾ രാസവളം കൂടെ കൊടുത്തായിരുന്നു ഇതിൻ്റെ ഉയർച്ചയും അതേപോലെ തന്നെ ഈ വിത്തുകളുടെ ഈ കൂട്ടമായിട്ടുള്ളത് എന്ത് കൂടുമായിരുന്നു. ഇതിന് ചീരയ്ക്ക് രാസവളവും കൊടുത്തിട്ടില്ല, കീടനാശിനികളും ഒന്നും കൊടുത്തിട്ടില്ല. ഞാൻ കീടനാശിനി ഇതിനങ്ങനെ കൊടുക്കാഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ചീര ഇത് പാകാൻ വേണ്ടി ആയിട്ടുള്ളതല്ല നിർത്തിയിരുന്നത്. ഇതിനെ വിളവ് സാധാരണ വീട്ടിലെ ആവശ്യത്തിന് എടുക്കാനായിരുന്നു. പിന്നെ അങ്ങനെ വന്ന ഒരെണ്ണത്തിന് ഇച്ചിരി മൂത്ത് പോയതുകൊണ്ട് അങ്ങനെ നിർത്തിയാണ്. അപ്പോൾ എന്നിരുന്നാലും ഇതിന് ചാണകപ്പൊടി മാത്രം, ചാണകപ്പൊടിയും അതേപോലെ കടലപ്പിണ്ണാക്ക് നേർപ്പിച്ച് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ ഗോമൂത്രം ഇലകളിൽ കൊടുത്തിട്ടുണ്ട്. ഗോമൂത്രം ഇലകളിൽ കൊടുത്തത് വേറൊന്നുമല്ല, പിന്നെ അതിൻ്റെ വളർച്ച പെട്ടെന്ന് കൂട്ടും. പിന്നെ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് ഇത് പൂക്കാൻ വേണ്ടി ചാരം, 1 പിടി ചാരം 1 ലിറ്റർ വെള്ളത്തിലേക്ക് കലക്കി അതിൻ്റെ തെളി, അത് ചാരം ഒരു പിടിയായിട്ട് കൊണ്ടുവന്ന് ചുവട്ടിലിട്ട് കൊടുക്കല്ലേ, പെട്ടെന്ന് പൂത്ത് പോവും. അതായത് പിന്നെ ചാരം 1 പിടിയായിട്ട് കൊണ്ടിൻ്റെ ചുവട്ടിലിടുവാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അതേപോലെ തന്നെ പൂക്കും. പക്ഷെ അത് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 പിടി എടുത്തിട്ട് നന്നായിട്ട് വെള്ളത്തിൽ കലക്കണം. അപ്പോൾ അതിൻ്റെ ആ ചാരത്തിൻ്റെ ചൂടുണ്ട്. അപ്പോൾ ആ ചൂട് പോയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ ആ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നിറയെ പൂവുണ്ടാവും. അതായത് ചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടാഷാണ്. അതുകൊണ്ടാണ് ഒരു കാരണവശാലും ചീരയ്ക്ക് ചാരം കൊടുക്കരുതെന്ന് പറയുന്നത്. വിത്തുകൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ മാത്രമേ നമ്മൾ ചീരയ്ക്ക് ചാരം കൊടുക്കാവൂ. അല്ലാതെ ചാണകപ്പൊടി മാത്രം, അതായത് ചാണകപ്പൊടി അതേപോലെ വേപ്പിൻ പിണ്ണാക്ക് അതേപോലെ തന്നെ കടലപ്പിണ്ണാക്ക്, ഈ 3 സാധനങ്ങളെ കൊടുക്കാവൂ. അല്ലേലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചീര വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി വിളവെടുക്കാൻ വേണ്ടി നടുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ പൂത്തുപോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ രീതിയിൽ തന്നെ നിങ്ങൾക്ക് എടുക്കാമെങ്കിൽ വർഷം മുഴുവൻ നമുക്ക് വിളവെടുക്കാനായിട്ടുള്ള ചീരവിത്തുകൾ അതേപോലെ പാകാനുള്ള ചീരവിത്ത് വേറെ ഒന്നും വാങ്ങിക്കേണ്ട അവസ്ഥ വരത്തില്ല. അപ്പോൾ എൻ്റെ ചാനലൊന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.